ഹലോ ഉദ്യോഗാർത്ഥികളെ, PS റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ ഒരു ഭാഗമാണ്. എല്ലാ PSC എക്സാമുകൾക്കും ഒരു മാർക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇനി പ്രിലിംസ് +2 നോക്കുകയാണെങ്കിലും ഡിഗ്രി ലെവൽ നോക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ സിലബസിലുള്ള ഒരു ഭാഗമാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകരിക്കും. പറയാനുള്ള കാരണം 2014-15 മുതൽക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യങ്ങളും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2 ക്ലാസ്സുകളിലായിട്ടാണ് ഇത് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ 2 പാർട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇൻഡയറക്റ്റ് സ്പീച്ചിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് സ്പീച്ചിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുക. നമ്മളിവിടെ പറയാൻ പോകുന്ന കുറച്ച് നിയമങ്ങളാണ് ആദ്യം. ഈ ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്ലാസ് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് നിയമങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ നിയമങ്ങൾ നിങ്ങൾ 3-4 തവണ ഒന്ന് കേൾക്കുക, ശ്രദ്ധിക്കുക. ആദ്യം ചിലപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും അറിയാത്ത ആളുകളാണെങ്കിൽ. സാരമില്ല, അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു 3-4 തവണ ആ ഒരു ഭാഗങ്ങൾ എഴുതിയെടുക്കണം നിങ്ങൾ ഞാൻ പറയുന്നത്. എന്നിട്ട് 3-4 തവണ വായിക്കുക. ശേഷം ഞാനൊരു 50-ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതും ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ ഓപ്ഷനുകളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകും. ഇന്നത് വരുമ്പോൾ ഇന്നത് വരില്ല എന്ന് പറഞ്ഞിട്ട് 4 1 ആൻസർ ആയിരിക്കുമല്ലോ PSൻ്റെ. അപ്പം അങ്ങനെ ആ ഓപ്ഷനിലേക്ക് വളരെ എളുപ്പത്തിൽ കിടക്കുന്ന ഏതൊരു ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് PSCയുടെ ലെവലിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ആൻസർ നഷ്ടപ്പെട്ടു പോവില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3-4 തവണ, അല്ലെങ്കിൽ തീരെ അറിയാത്ത ആളുകളാണെങ്കിൽ 5-6 തവണ റിപ്പീറ്റ് ചെയ്ത് കാണുക, ശ്രദ്ധിച്ച്. അതുപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ആക്റ്റീവും പാസീവും നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇവിടെ ഡയറക്റ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലെ ഒരു മാർക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാട്ടോ. ആദ്യം കുറച്ച് റൂളുകളാണ് പറയുന്നത്, പിന്നെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് വരാം. 4 തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുക. 4 തരത്തിലുള്ള സെൻറ്റൻസുകൾ. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. എന്താണ്? അയ്യോ ദേവി എന്ന് പറയുന്ന ഐ യു ദേ വി ഹി ഷി, അതുപോലെ ഒരു പേരുകളാണെങ്കിൽ പേര്, അതുകൊണ്ട് തുടങ്ങുന്ന സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ യു ഹാവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ യു അല്ല ആദ്യം വന്നു, അതായത് സബ്ജക്റ്റാണ്. പിന്നുള്ളത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. എന്താണ് ഇമ്പരേറ്റീവ്? ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ വെർബിൽ നിന്ന് തുടങ്ങുന്നതിനെയാണ് ഇമ്പരേറ്റീവ് എന്ന് പറയുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡു യു ഹാവ് എന്നൊക്കെ പറഞ്ഞാൽ ഡു അല്ലേ ഫസ്റ്റ് വരുന്നത്, അതുകൊണ്ട് തന്നെ അത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്, വെർബിൽ നിന്ന് തുടങ്ങുന്നതാണ്. അതിന് ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളുടെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് നമ്മൾ ആക്കുന്ന സമയത്ത് അവിടെ ടെൻസുകളൊന്നും പൊതുവെ ചേഞ്ച് ചെയ്യില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നുള്ളതാണ് ഇൻട്രോഗേറ്റീവ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഇമ്പരേറ്റീവ് പറഞ്ഞു, ഇൻട്രോഗേറ്റീവ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനുകളാണ്. ആ ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഹു ആർ യു, അതൊരു ഇൻട്രോഗേറ്റീവാണ്. കാരണം എന്താണ്? ക്വസ്റ്റ്യനാണത്. ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള സെൻറ്റൻസുകളാണ് ഇൻട്രോഗേറ്റീവ്. പിന്നുള്ളത് ആശ്ചര്യമാണ്, എക്സ്ക്ലാമേറ്ററി. വാട്ട് എ ഷോട്ട്, അല്ലെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ ലേഡി, അതായത് ഒരു അത്ഭുതം കൂറുന്ന സെൻറ്റൻസുകളൊക്കെയാണ്. അത് നമുക്ക് ചിഹ്നം അറിയാമല്ലോ. അപ്പോൾ അതിനെ നമ്മളെന്ത് പറയും? എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസുകൾ എന്ന് പറയും. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത്, എക്സ്ക്ലാമേറ്ററി ആണെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? ദാറ്റ്. ഇപ്പം ഹി സെഡ് ദാറ്റ് എന്നൊക്കെ പറയില്ല, ദാറ്റ് അവിടെ കണക്റ്റിംഗ് വേർഡായിട്ട് വരും. ശ്രദ്ധിക്കണേ. എക്സ്ക്ലാമേറ്ററി ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് ദാറ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ കേട്ടുകൊണ്ട് പോയാൽ മതി. തീരെ അറിയാത്ത ആളുകളാണെങ്കിൽ ബോറടിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക. ഒരു 3-4 തവണ ബോറടിച്ചാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾക്കത് മനസ്സിലാവും ശേഷം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പ്രാക്ടീസിലോട്ട് ഇറങ്ങുമ്പോൾ. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, അതായത് സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ യൂണിവേഴ്സൽ ട്രൂത്തുകൾ, ഇപ്പോൾ നമുക്ക് പറയാം സൂര്യൻ കിഴക്കുദിക്കുന്നു, അതൊരു യൂണിവേഴ്സൽ സത്യമാണ്.
അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അങ്ങനെ പൊതുവായിട്ടുള്ളൊരു എന്താ പറയുക യൂണിവേഴ്സൽ ട്രൂത്തുകളാണെങ്കിലും അതുപോലെ പ്രോവർബുകളാണെങ്കിലും പഴഞ്ചൊല്ലുകളാണെങ്കിലും, ഇപ്പോൾ നമുക്കറിയാലോ എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ, അതൊരു പഴഞ്ചൊല്ലാണ്. അതുപോലെ തന്നെ കോട്ടുകളാണെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളുടെ കോട്ടുകളൊക്കെ ആണെങ്കിലും ഇവയുടെ ഒന്നും ടെൻസിൽ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലോട്ട് ആക്കുന്ന സമയത്ത് മാറാൻ പാടില്ല ടെൻസുകളൊന്നും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്, ടെൻസുകളുടെ കാര്യം പറഞ്ഞു, എക്സ്ക്ലാമേറ്ററിയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രോവർബ്, കോട്ട് ഇവയുടെ ടെൻസ് മാറില്ല എന്നും പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് എന്താണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസുകളാണെങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിച്ചാൽ യെസ് ആണോ നോ ആണോ അങ്ങനത്തെ ചോദ്യങ്ങളാണെങ്കിൽ അത് നമ്മൾ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത്, ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത് അവിടെ കണക്റ്റിംഗ് വേർഡ് വെദർ എന്ന് പറയുന്ന വാക്കായിരിക്കും. നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റും എക്സ്ക്ലാമേറ്ററി ആണെങ്കിലും ദാറ്റാണ് കണക്റ്റിംഗ് വേർഡ് എന്ന് പറഞ്ഞു. അതേമാതിരി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് വെദർ ആയിരിക്കും. മറ്റൊന്ന്, ഫസ്റ്റ് പാർട്ടിൽ പ്രസൻറ്റ് ഫ്യൂച്ചർ വന്നു കഴിഞ്ഞാൽ, ആദ്യ ഭാഗത്ത് പ്രസൻറ്റ് ഫ്യൂച്ചർ വന്നാൽ, ഇപ്പോൾ ഹീ വിൽ സേ ദാറ്റ് അങ്ങനെയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റിലെ കാര്യം ഫ്യൂച്ചറിലെ കാര്യം വരികയാണെങ്കിൽ ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ പാർട്ടിലും സെൻറ്റൻസിന് ചേഞ്ച് ആകാൻ പാടില്ല. ഭാവിയിലാകുമ്പോൾ പിന്നെ കഴിഞ്ഞ കാര്യമല്ല പറയേണ്ടത്, മനസ്സിലായല്ലോ, വരാനിരിക്കുന്ന കാര്യം തന്നെ ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ പ്രസൻറ്റ് ഫ്യൂച്ചറാണ് പറഞ്ഞതെങ്കിൽ സെക്കൻഡ് പാർട്ടിലും ടെൻസിന് ചേഞ്ച് ചെയ്യാൻ പാടുള്ളതല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സ്റ്റേറ്റ്മെൻറ്റുകളുടെ കാര്യമാണ്, പിന്നെ എക്സ്ക്ലാമേറ്ററിയുടെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കണക്റ്റിംഗ് വേർഡ് ദാറ്റാണ്. അതുപോലെ യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രോവർബ്, കോട്ടുകളാണെങ്കിൽ ടെൻസ് ചേഞ്ച് ചെയ്യില്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കണക്റ്റിംഗ് വേർഡ് വെദറാണ്. ഫസ്റ്റ് പാർട്ടിൽ പ്രസൻറ്റ് ഫ്യൂച്ചർ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിൽ എന്ത് ചെയ്യണം, അതേ ടെൻസുകൾ തന്നെ, ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതും പഠിച്ചു നമ്മൾ. ഇനി നമ്മൾ പറയുന്നത് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളവിടെ എക്സ്പ്രഷൻ കൂടി ശ്രദ്ധിക്കേണ്ടി വരും. ഇത് പറയാനുള്ള കാരണം, ഇപ്പോൾ ഹൈ ലെവൽ, ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആ ലെവലിലേക്കുള്ള വലിയ എക്സാമിന് വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഉത്തരത്തിൽ കൊടുത്തിട്ടുള്ളത് സാഡിലിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള വാക്കുകൂടി ചേർത്തിട്ടായിരുന്നു. അപ്പോൾ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കി മാറ്റുമ്പോൾ അദ്ദേഹം ഹാപ്പിയാണ്, ചിലപ്പോൾ സാഡിലി, ഹാപ്പിലി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അദ്ദേഹം എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് അതുകൂടി അവിടെ വെളിപ്പെടുത്തേണ്ടി വരും. ഇത് വളരെ അപൂർവമാണ്, വലിയ എക്സാമിന് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ നിയമം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത് വില്ല്, ക്യാന്, ഷാള്, മേ ഇത്തരം വാക്കുകളാണെങ്കിൽ ശേഷം പറയുന്നുണ്ടത് അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കുന്ന സമയത്ത് അതിൻ്റെ പാസ്റ്റ് ആയിരിക്കും വരിക. വില്ല്, ഷാള്, ക്യാൻ. ഇപ്പോൾ ക്യാനൊക്കെ കുഡായിരിക്കും, മൈറ്റായിരിക്കും, അതൊക്കെ ശേഷം വരുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് രൂപത്തിലുള്ളതായിരിക്കും വരിക. ഹാവൊക്കെ ആണെങ്കിൽ ഹാഡാണ്, അങ്ങനെ ശേഷം നമുക്ക് പറയുന്നുണ്ട് ഏതൊക്കെ വാക്കുകളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയായിരിക്കും വരിക. പിന്നെ പറയാനുള്ളത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ്, അതായത് റിപ്പോർട്ട് ചെയ്യുക പറയുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കി മാറ്റുക ഡയറക്റ്റിൽ നിന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സബ്ജക്റ്റ് കഴിഞ്ഞേ ഓക്സിലറി വരാവൂ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം നമ്മൾ വൈ ഹീ വാസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപത്തിൽ വരണം. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പേരായിരിക്കാം, അല്ലെങ്കിൽ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് തുടങ്ങിയ സബ്ജക്റ്റിന് ശേഷം മാത്രമേ വാസാണെങ്കിലും വേറാണെങ്കിലും ഈസാണെങ്കിലും ആറാണെങ്കിലും അങ്ങനെ തുടങ്ങിയ ഓക്സിലറി വരാവൂ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഒന്ന് എക്സ്ക്ലാമേറ്ററി ആണെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും കണക്റ്റിംഗ് വേർഡ് ദാറ്റാണ്. യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രോവർബ്, കോട്ടിൻ്റെ ഒന്നും ടെൻസ് മാറില്ല, വാക്കുകൾ മാറില്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെദറാണ്. ഫസ്റ്റ് പാർട്ടിൽ പ്രസൻറ്റ് ഫ്യൂച്ചർ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടിലും ആ ഒരു ടെൻസിൽ തന്നെ വരും, അഥവാ ചേഞ്ച് ചെയ്യില്ല എന്നർത്ഥം. അതുപോലെ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ
അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൂടി അവിടെ പരാമർശിക്കപ്പെടണം. അതുപോലെ വില്ല്, ക്യാന്, ഷാള്, മൈറ്റ് തുടങ്ങിയവ ഇൻഡയറക്റ്റിലോട്ട് ആക്കി മാറ്റുന്ന സമയത്ത് അതിൻ്റെ പാസ്റ്റിലേക്ക് ആക്കി മാറ്റണം. അതുപോലെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം സബ്ജക്റ്റ് കഴിഞ്ഞ ഓക്സിലറി വരാവുള്ളൂ. ഇതാണ് പൊതുവായിട്ട്. ഇനി ഓരോ സെൻറ്റൻസുകളും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളാണ് ശേഷം പറയുന്നത്, അതുകൂടി മനസ്സിലാക്കുക. ഇനി ഇതുപോലെ തന്നെ ടെൻസിൽ വരുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. അധികം നോക്കേണ്ടതില്ല. ഇപ്പോൾ പ്രസൻ്റ് ഉള്ളത് പാസ്റ്റായി മാറുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, അതുപോലെ എന്താ പറയുക പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ അതിൻ്റെ പാസ്റ്റിലോട്ടായിട്ട് മാറുകയാണ്. ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിങ്ങനെയുള്ളത്. ഇത് പറയുമ്പോഴേ പ്രയാസമുള്ളൂ. അതിൻ്റെ ഉദാഹരണങ്ങൾ ചെറിയ തോതിൽ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡു ലേക്ക് എന്നുള്ളത് നമുക്കറിയാം സിമ്പിൾ പ്രസൻ്റാണ്. ഡു ലേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യെസ് കണ്ടില്ലേ, അതൊക്കെ പ്രസൻറ്റിൻ്റെ ഫോമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഡിഡ് ലേക്ക് എന്നാക്കി മാറും. അതാണ് സിമ്പിൾ പാസ്റ്റിലോട്ടാക്കി മാറുന്നത്. അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ്, ഒരു ഉദാഹരണം ഹാസ് അണ്ടർസ്റ്റുഡ്. ഹാസ് ഓർ ഹാവ് അത് സബ്ജക്റ്റിനനുസരിച്ച് മാറും. ബഹുവചനാകുമ്പോൾ ഹാവ് എന്നും സിംഗുലർ ആകുമ്പോൾ ഹാസ് ആണ്. അപ്പോൾ ഹാവ് അണ്ടർസ്റ്റുഡ് എന്നാണെങ്കിൽ അത് ഹാഡ് അണ്ടർസ്റ്റുഡായി മാറും. അതുപോലെ ഹാസ് അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ അതും ഹാഡ് അണ്ടർസ്റ്റുഡായിട്ട് മാറും. അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഇപ്പോൾ ഐ ആം ലീവിങ്, അതെന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അതെന്ത് ചെയ്യും, വാസോ അല്ലെങ്കിൽ വേറോ, അത് സബ്ജക്റ്റിനനുസരിച്ച് മാറും. ബഹുവചനാണെങ്കിൽ വേറും, സിംഗുലർ ആണെങ്കിൽ വാസും. അപ്പോൾ വാസ് ഓർ വേർ ലീവിങ് എന്നായിട്ട് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇപ്പോൾ 2015 മുതൽക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിൽ കാണാത്ത ഒന്നാണത്. ഏതായാലും ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് 2015 മുതൽക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഞാൻ എടുത്തിട്ട് അതിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല, അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഏതായാലും ഞാൻ അതിൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക. ദ സ്പോർട്സ്മാൻ സെഡ് ഐ ഹാവ് ബീൻ ട്രെയിനിങ് ഫോർ 6 hours ഡെയിലി. അതിൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഹാവ് ബീൻ ട്രെയിനിങ് എന്ന് പറയുന്നതാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആ ഒരു ഫോം എന്ന് പറയുന്നത്. ആ ഹാവ് ബീൻ ട്രെയിനിങ് എന്നുള്ളത് ഹാഡ് ബീൻ ട്രെയിനിങ് എന്നായി മാറും. നമ്മൾ ഇതൊന്നും നിയമങ്ങളൊന്നും പഠിക്കേണ്ടതില്ല, അതെങ്ങനെയാണെന്നൊന്നും നോക്കേണ്ടതില്ല. ഈ ഒരു മാറ്റങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓപ്ഷന് നോക്കുക, ഈ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അതിന് വിരുദ്ധമായിട്ട് വന്നത് അപ്പോൾ തന്നെ കട്ട് ചെയ്യുക, അങ്ങനെ ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് ആൻസറിലോട്ട് എത്തുന്ന രീതിയല്ലേ. അപ്പോൾ ഹാവ് ബീൻ ട്രെയിനിങ് എന്നുള്ളത് എന്താവും, ഹാഡ് ബീൻ ട്രെയിനിങ് എന്നുള്ളതാണ്. നമ്മൾ ഹാഡ് ആവുന്ന ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. പിന്നെ പറയുന്ന ഒന്നാണ് സിമ്പിൾ പാസ്റ്റ്. അത് പാസ്റ്റ് പെർഫെക്റ്റിലെ ടൈം, അതായത് പാസ്റ്റിൻ്റെ പാസ്റ്റ് എന്നാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഡിഡ് ഗെറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും, ഹാഡ് ഗോട്ട് എന്നായിട്ട് മാറും. മനസ്സിലായല്ലോ. ഇനി അതുപോലെ പാസ്റ്റ് കണ്ടിന്യൂസ്, അതും ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മോം സെഡ് ഐ വാസ് കുക്കിംഗ് യുവർ ഫേവറേറ്റ് ഫിഷ്. അതിൽ വാസ് കുക്കിംഗ് എന്ന് പറയുന്നതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അതെന്തായി മാറും, വാസ് കുക്കിംഗ് എന്നുള്ളത് ഹാഡ് ബീൻ കുക്കിംഗ് എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് എന്ത് ചെയ്യും, മാറുന്നുണ്ട്. വാസ് കുക്കിംഗ്, ഹാഡ് ബീൻ കുക്കിംഗ്, ആ ഒരു വാക്കുകൾ മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ അതിൽ വരുന്ന വില്ല് വുഡാകും, ഷാള് ഷുഡാകും, ക്യാന് കുഡാകും, മേ മൈറ്റ് ആകും, ഹാവ് ടു ഹാഡ് ടു ആകും. അത് നമ്മളിപ്പോൾ ഏതായാലും ചർച്ച ചെയ്തു. പിന്നെ തുടക്കത്തിൽ ഡോണ്ട് യു അല്ലെങ്കിൽ ഡോണ്ട് കൊണ്ട് തുടങ്ങുന്നുണ്ടാവുമല്ലോ, അതെന്താവും, നോട്ട് ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ വാക്കുകളിൽ വരുന്നൊരു കാര്യമാണ് ദിസ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദാറ്റായി മാറും. അപ്പോൾ ഡേ ആണെങ്കിൽ ഡേ കൂട്ടിച്ചേർക്കുക. അതുപോലെ ദീസ് എന്ന് പറയുന്നത് ദോസ് എന്നായിട്ട് മാറും. അത് ഡേയ്സ് ആണെങ്കിലും ഡേയ്സ് കൂട്ടിച്ചേർത്ത് കൊടുക്കുക. ഹിയർ ദാറായിട്ട് മാറും. നൗ എന്ന് പറയുന്നത് ദെൻ ആയി മാറും. ടു ഡേ എന്ന് പറയുന്നത് ദാറ്റ് ഡേ എന്നായിട്ട് മാറും. എസ്റ്റർഡേ എന്ന് പറയുന്നത് ദ ഡേ ബിഫോർ അല്ലെങ്കിൽ ദ പ്രീവിയസ് ഡേ എന്നായിട്ട് മാറും. അതുപോലെ ടുമോറോ എന്ന് പറയുന്നത് ദ ഫോളോയിങ് ഡേ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ഡേ എന്നായിട്ട് മാറും. അതുപോലെ അറ്റ് ദി മൊമെൻ്റ് എന്ന് പറയുന്നത് അറ്റ് ദാറ്റ് മൊമെൻ്റായിട്ട് മാറും. ലാസ്റ്റ് നൈറ്റ്
ദ നൈറ്റ് ബിഫോർ എന്നായിട്ട് മാറും. അത് ഇയർ ആണെങ്കിൽ ഇയർ ചേർത്ത് കൊടുക്കുക. അതുപോലെ നെക്സ്റ്റ് എന്ന വാക്കിന് ദ ഫോളോയിങ് എന്നായിട്ടാണ് വരിക. അപ്പോൾ നെക്സ്റ്റ് ഇയർ ദ ഫോളോയിങ് ഇയർ, ദ നെക്സ്റ്റ് വീക്ക് ദ ഫോളോയിങ് വീക്ക് എന്നായിട്ടാണ് മാറുക. ടു നൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് നൈറ്റ് എന്നായിട്ട് മാറും. എഗോ എന്ന് പറയുന്നത് ബിഫോർ എന്നോ ഏർലിയർ എന്നോ ആയിട്ടോ മാറും. പിന്നെ അതിൽ ഓർക്കേണ്ടത് ദ ഡേ ബിഫോർ എസ്റ്റർഡേ, ഇന്നലെ കഴിഞ്ഞിട്ടുള്ള അതിന് മുമ്പുള്ള ഒരു ദിവസം എന്ന് പറയുമ്പോൾ മിനിഞ്ഞാന്ന് എന്ന് പറയില്ലേ, അതിന് 2 days ബിഫോർ എന്നായിട്ടാണ് മാറുക. അതുപോലെ ദ ഡേ ആഫ്റ്റർ ടുമോറോ, നാളെ കഴിഞ്ഞൊരു ദിവസം, മറ്റന്നാൾ എന്ന് പറയുന്നത് ദ 2 day ടൈം എന്നായിട്ടാണ് മാറുന്നത്. വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്, ഹിയർ, ദർ, നൗ, ദെൻ, ടുഡേ, ദാറ്റ് ഡേ, എസ്റ്റർഡേ, ദ പ്രീവിയസ് ഡേ ഓർ ദ ഡേ ബിഫോർ, ടുമോറോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ, ഫോളോയിങ് ഡേ എന്നായിട്ട് മാറും. പിന്നെ അതിൽ പറയുന്നത് ദ ഡേ ബിഫോർ എസ്റ്റർഡേ 2 days ബിഫോർ എന്നോ, അതുപോലെ ദ ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറയുന്നത് ദ 2 days ടൈം എന്നായിട്ട് മാറും. പിന്നെ ടു നൈറ്റ് എന്ന് പറയുന്നത് ദാറ്റ് നൈറ്റും എഗോ, ബിഫോർ അല്ലെങ്കിൽ ഏർലിയർ എന്നൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാക്കുകളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതും 2015 ശേഷമുള്ള ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റിൽ PSC ചോദിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കാര്യം കൂടി പറയുകയാണ്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ പരദൂഷണം പറയുക എന്നുള്ളത് ഓർത്തു വെക്കണം. ഞാൻ ഒരാളോട് പറഞ്ഞത് നിങ്ങൾ മറ്റൊരാളോട് പറയുകയാണ്. അപ്പോൾ ഞാനും മറ്റൊരാളും പറഞ്ഞൊരു കാര്യം ഞങ്ങൾ രണ്ടും അല്ലാത്ത ഒരാളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നീ എന്ന് പറയുന്ന വാക്ക് എന്ത് വരും? നിങ്ങൾ മറ്റൊരാൾ പറയുമ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു, അവൻ എന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ, കാരണം പലപ്പോഴും അതിൻ്റെ ആവശ്യം വരാറുണ്ട്. ചോദ്യം നോക്കൂ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് 2019 ചോദിച്ചൊരു ചോദ്യമാണ്. ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് ഫോം ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസ്. ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്? അവിടെ പറയുന്നത് എന്താണ്? താഴെ പറഞ്ഞ സെൻറ്റൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ, റിപ്പോർട്ടഡ് സ്പീച്ചിലേക്കാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. എന്താണ് ആ ഫോളോയിങ് സെൻറ്റൻസ് എന്ന് പറയുന്നത്? ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്? മദർ ടോൾഡ് ദ ചൈൽഡ്. അമ്മ കുട്ടിയോട് പറയാണ് ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്. അർത്ഥങ്ങളൊന്നും അങ്ങനെ പരിശോധിച്ച് നോക്കേണ്ടതില്ല. നിങ്ങൾ നോക്കുക, ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യനിൽ വെദർ വരണം. നോക്കൂ, നിങ്ങൾ 3-4 ഓപ്ഷനിലും വെദർ എന്ന് പറയുന്ന വാക്കുണ്ട്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഒക്കെ ശരിയാണ്. നമ്മളിതിൻ്റെ ഒന്നും ശരിയായ റൂളുകളൊന്നും ഫോളോ ചെയ്യുന്നില്ല, പൊടിക്കൈകൾ മാത്രമാണ് കേട്ടോ. പിന്നെ അവിടെ പറയുന്നൊരു വാക്കാണ് ഹാവ്. ഹാവ് നമ്മൾ പറഞ്ഞു ഹാവ് ടു, ഹാഡ് ടു ആവും. ഹാവ് എന്ന് പറയുന്നത് ഹാഡായിട്ട് മാറും. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ഓപ്ഷനിൽ ഹാവ് എന്ന് പറയുന്ന അതേ വാക്ക് തന്നെ വന്നു, തെറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കും, അവിടെയും ഹാവ് തന്നെ. ക്വസ്റ്റ്യനിൽ ഹാവ് എന്ന ഉത്തരത്തിൽ ഹാഡല്ല വരണ്ടേ, അപ്പോൾ അവിടെയും സെയിം ആയിട്ട് ഹാവ് വന്നു, അതും തെറ്റ്. നാലാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞു പരദൂഷണം പറയാം. ഞാൻ മറ്റൊരാളോട് പറയുന്ന സമയത്ത് അവൻ എന്നാലേ നിങ്ങൾ പറയാം. ഞാൻ അവനോട് പറയാം നീ ഇങ്ങനെ ചെയ്തോ. മറ്റൊരാൾ പറയാം, അവൻ ചോദിച്ചു അവൻ അങ്ങനെ ചെയ്തോ എന്നല്ല ചോദിക്കുക. അപ്പോൾ യു എന്ന് പറയുന്ന വാക്കല്ല, മറിച്ച് ഹി എന്ന് പറയുന്ന, അവൻ എന്ന് പറയുന്ന വാക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഹാഡ് എന്ന് പറയുന്ന വാക്കും ഹി എന്ന് പറയുന്ന, അപ്പോൾ നോക്കുന്ന സമയത്ത് ഏതാണ് ഓപ്ഷൻ? ബി ഓപ്ഷനാണ് ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നോക്കിയിട്ടുള്ളൂ. അഥവാ ക്വസ്റ്റ്യൻ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെദർ എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട്, ഹാവ് എന്ന് പറയുന്ന വാക്കിന് ഹാഡ് വരണം. അങ്ങനെ പോകുമ്പോൾ 2 ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു. പിന്നെ പറയുന്ന യു എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് അവിടെ ഹി വരണം എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ബി ആണ് അവിടുത്തെ ആൻസർ. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഐ ഡോണ്ട് ലൈക്ക് ദ ടീ. ഞാൻ ചായ ഇഷ്ടപ്പെടുന്നില്ല, ഹി സെഡ്, അവൻ പറയുകയാണ്. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ചേഞ്ച് ദിസ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഈ പറഞ്ഞ ഐ ഡോണ്ട് ലൈക്ക് ദ ടീ എന്ന് പറയുന്ന അവൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്കാക്കി മാറ്റണം. ഇപ്പോൾ ഡോണ്ട് എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം സിമ്പിൾ പ്രസൻറ്റിനായിട്ട് വരുന്ന ഡോണ്ട് ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു വാക്ക് പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ള വാക്കിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിലോട്ട്, ഡോണ്ട് എന്ന് പറയുമ്പോൾ ഡിഡിൻ്റ് എന്ന് പറയുന്ന വാക്കാണ് അതിൻ്റെ പാസ്റ്റായിട്ട് വരിക.
അങ്ങനെ വരുന്നുണ്ടോ നോക്കുക. ഒന്നാമത്തെ ഓപ്ഷനിൽ ഡു നോട്ട്, ഡോണ്ട് എന്ന് പറയുന്നത് പിരിച്ചെഴുതിയാണ്, തെറ്റ്. കാരണം ഡിഡിൻ്റ് എന്ന് പറയുന്ന വാക്കാണ് വരേണ്ടത് ഡോണ്ടിന് പകരം. രണ്ടാമത്തെ ഡിഡിൻ്റ് വരുന്നുണ്ട്, മൂന്നാമത്തേൽ ഡിഡിൻ്റ് വരുന്നില്ല, നാലാമത്തെ ഹാഡ് നോട്ട് ആവശ്യമില്ലാത്ത വാക്കാണ്. അതുകൊണ്ട് ബി ഓപ്ഷനാണ് അവിടുത്തെ ആൻസർ. കാരണം എന്തുകൊണ്ട്, ഡോണ്ട് വരുമ്പോൾ ഡിഡിൻ്റ് ആണ് വരേണ്ടത് എന്നറിഞ്ഞാൽ മാത്രം മതി. ഈ ചോദ്യം എന്ന് പറയുന്നത് VEO ചോദ്യമാണ് കേട്ടോ. 2019 തിരുവനന്തപുരത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, ദ ടീച്ചർ സെഡ് ടു ദ സ്റ്റുഡൻറ്റ് വെൻ ഡിഡ് യു ഗെറ്റ് അപ്പ് യെസ്റ്റർഡേ. നോക്കുക നിങ്ങൾ, ഡിഡ് ഗെറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. മാത്രമല്ല അതൊരു വെൻ ഡിഡ് യു ഗെറ്റ് അപ്പ് എന്ന് പറയുന്ന വാക്ക് എന്താണ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് കേട്ടോ. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഡിഡ് ഗെറ്റ് എന്ന് പറയുന്ന വാക്ക് സിമ്പിൾ പാസ്റ്റ് ആണ്. അതിനെ നമ്മൾ എന്താക്കണം, സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ടായി മാറണം. അഥവാ ഹാഡും കൊടുക്കും, പിന്നെ V3 ഫോമും കൊടുക്കും വെർബിൻ്റെ. അപ്പോൾ ഇവിടെ ഗെറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹാഡ് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കും നിങ്ങൾ, അവിടെ ഗെറ്റപ്പ് മാത്രമേ ഉള്ളൂ, ഹാഡ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, തെറ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻറ്റ് ദേ ഗോട്ട്, അവിടെയൊന്നും വന്നിട്ടില്ല, ഹാഡ് വന്നിട്ടില്ല, രണ്ടാമത്തെ ഓപ്ഷനും തെറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, അവിടെ ഹാഡ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ആൻസർ ആയേക്കാം മറ്റൊന്നും ഇല്ലെങ്കിൽ. നാലാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ, അവിടെ ഹാഡ് ബീൻ, ഇത് കണ്ടിന്യൂസ് വരുന്ന സമയത്താണ്, ING ഫോമൊക്കെ വരുന്ന ആ ഒരു ഇത് വരുമ്പോഴാണ് ബീനൊക്കെ ചേർന്ന് വരുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പോൾ ബീൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്ത്, നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്. പിന്നെ യെസ്റ്റർഡേ വാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രീവിയസ് ഡേ എന്നാണ് വരേണ്ടത്. എല്ലാത്തിലും പ്രീവിയസ് ഡേ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. അപ്പോൾ ഒന്നേ അവിടെ ശരിയാൻ സാധ്യത ഉള്ളൂ, ഹാഡൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ഹാഡ് വന്ന് മാത്രമല്ല അവിടെ ഗോട്ട് എന്ന് പറയുന്ന V3 ഫോമും. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ മാത്രമാണ് ആൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് മൂന്നിൻ്റെ ആൻസർ C ഓപ്ഷൻ ആകുന്നത്, അതായത് ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് വെൻ ദേ ഹാഡ് ഗോട്ട് അപ്പ് ദ പ്രീവിയസ് ഡേ എന്ന് പറയുന്നതാണ് ആൻസർ. നാലാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കൂ, ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദി സെൻറ്റൻസ് ഐ കെയിം ഹിയർ യെസ്റ്റർഡേ ടു ഗെറ്റ് ദ വർക്ക് സ്റ്റാർട്ടഡ് സെഡ് നിവീൻ ഈസ്. അപ്പോൾ നിവീൻ പറയാണ് ഐ കെയിം ഹിയർ യെസ്റ്റർഡേ. യെസ്റ്റർഡേ വരുമ്പോൾ എങ്ങനെയൊക്കെ മാറും എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ കെയിം എന്ന് പറയുന്നത് പാസ്റ്റാണ്, സിമ്പിൾ പാസ്റ്റാണ്. അതെങ്ങനെ വരും, അത് ഹാഡ് വെച്ചിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റിലോട്ടായി മാറുന്നുണ്ട് V3 ഫോമോടുകൂടി. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അവിടെ നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ ഓപ്ഷനിൽ എന്താണ്, കെയിം തന്നെയാണ് വന്നിട്ടുള്ളത്, കം കെയിം കം. അപ്പോൾ ഒന്നാമത്തിൽ കെയിമാണ് വന്നിട്ടുള്ളത്, മാത്രമല്ല ഹാഡും വന്നിട്ടില്ല. അപ്പോൾ എന്താണ്, ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റ്. രണ്ടാമത്തെ ഓപ്ഷനിൽ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനിലും കെയിം മാത്രമാണ് വന്നിട്ടുള്ളത്, ഹാഡ് വന്നിട്ടില്ല, മാത്രമല്ല കമ്മും വന്നിട്ടില്ല. നാലാമത്തെ ഓപ്ഷനിൽ ഹാസ് കം എന്നാണ് പറയുന്നത്, പക്ഷേ നമുക്ക് വരേണ്ടത് എന്താണ്, ഹാഡ് കമ്മാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ, ഹാഡ് കം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യെസ്റ്റർഡേക്ക് ദ ഡേ ബിഫോർ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് B ഓപ്ഷനാണ് 4ൻ്റെ. ഈ ഒരു ചോദ്യം നാലാമത്തെ VEO കൊല്ലം 2019 PSC ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അരുൺ സെറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. വാക്കൊന്ന് ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ ചായ കുടിച്ചോ ചോറ് തിന്നോ അല്ലെങ്കിൽ അവൻ അമ്മയോട് പറഞ്ഞു നിങ്ങളത് ചെയ്തോ ഇത് ചെയ്തോ, അങ്ങനത്തെ വാക്കുകളാണ് നമ്മളോട് ഇൻഡയറക്റ്റ് ഫോമിലോട്ടാക്കി മാറ്റാൻ പറയുക. ഇത് നോക്കൂ നിങ്ങൾ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇനി ശേഷം പറയുന്നുണ്ട് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. അങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അഥവാ പ്രപഞ്ച സത്യങ്ങൾ, അതേപോലെ കോട്ടുകൾ, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ വരികളൊക്കെ ആണെങ്കിൽ ആ വാക്കിനൊരു മാറ്റം വരാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇവിടെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം, ഇത് എൻ്റെ അഭിപ്രായത്തിൽ തോമസ് ഫുള്ളറുടെ ഒരു കോട്ടാണ്. അപ്പോൾ നമ്മളതൊന്നും ആലോചിച്ച് നോക്കണ്ട. നമ്മൾ ഇങ്ങനത്തെ നൈസായിട്ടുള്ള കുടിച്ചോ തിന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ അല്ലാതെ നമുക്കറിയാത്തൊരു കടുകട്ടിയുള്ള വാക്കുകളൊക്കെ ചേർന്ന് വരുന്നതാണെങ്കിൽ, ഇങ്ങനെ അർത്ഥമൊന്നും പെട്ടെന്ന് ചിന്തിച്ചാൽ കിട്ടാത്ത വാക്കുകളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാതെ കോട്ടായിരിക്കുന്നു, അങ്ങനെ ചിന്തിച്ചാൽ മതി തീരെ അറിയാത്ത ആളുകളാണെങ്കിൽ. അപ്പോൾ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം, ചിന്തിക്കുന്ന വിഷയങ്ങളൊക്കെ ആണെങ്കിലേ. അപ്പോൾ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത് ഒരു കോട്ടാണ്. അപ്പോൾ അത് തെറ്റാതെ വന്നിട്ടുള്ളത് ഏതിലൊക്കെയാണെന്ന് നോക്കുക. ചാരിറ്റി ബിഗാനായി ഒന്നാമത്തെ ബിഗിൻസ് എന്നുള്ളത് തെറ്റ്. അതുപോലെ മൂന്നാമത്തെയും നോക്കി ബിഗാനായി തെറ്റ്, നാലാമത്തെയും ബിഗാനായി തെറ്റ്.
രണ്ടാമത്തെ ഓപ്ഷനിൽ മാത്രമേ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നുള്ളൂ. അതുകൊണ്ട് ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓർത്തു വെക്കുക, സെയിം ആയിട്ട് വന്നിട്ടുള്ളത് അത് മാത്രമാണ്. ഇനി അടുത്തൊരു ചോദ്യം അത് ഇതുപോലെ തന്നെയാണ്. കീൻ എന്ന് പറയുന്ന അതിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേരാണത്, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്. കീൻ റോഡ് അദ്ദേഹം എഴുതി എന്ത്, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. ആ വാക്കും ശ്രദ്ധിക്കുക. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ KSRTC 2015 ചോദിച്ച ചോദ്യമാണ്. നേരത്തെ ബീറ്റ് ഫോറസ്റ്റ് 2018 ചോദിച്ച ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും അതേ വാക്ക് തെറ്റാതെ വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഒന്നാമത്തെ നോക്കൂ നിങ്ങൾ, അവിടെ ഈസിന് പകരം എ ബ്യൂട്ടി ഈസ് എന്ന് പറയുന്നത് എ ബ്യൂട്ടി വാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷനിൽ ബ്യൂട്ടി വാസ് ആണ്. അതുപോലെ കീൻ റോട്ട് എഴുതി എന്ന് പറയുന്നത് ഇവിടെ എക്സ്ക്ലെയിംഡ് എന്ന് പറയുന്ന മറ്റൊരു വാക്ക് വെറുതെ ആവശ്യമില്ലാതെ കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡി അവിടെ കളഞ്ഞു. പിന്നെ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, കീൻ റോട്ട് ദാറ്റ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ എന്ന് പറയുന്ന ബി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് LDS വേരിയസ് 2017 ചോദിച്ചൊരു ചോദ്യമാണ്. എക്സ്ക്ലാമേറ്ററി ആണ് ഇനി കുറച്ച് പറയുന്നത്. ഷീ എക്സ്ക്ലൈംഡ്, അവൾ ആശ്ചര്യപ്പെട്ടു, വാട്ട് എ ബ്യൂട്ടിഫുൾ ചൈൽഡ്, ഇതെന്തൊരു ഭംഗിയുള്ള കുട്ടിയാണ്. അപ്പോൾ ആശ്ചര്യപ്പെടുന്നത് നമുക്കറിയാം എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് ആണെന്നുള്ളത്. നിങ്ങൾക്ക് അവിടെ ആ ഒരു ചിഹ്നം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് എക്സ്ക്ലാമേറ്ററിയുടെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കണക്റ്റിംഗ് വേർഡ് ദാറ്റാണ്. 4 എണ്ണത്തിലും ദാറ്റ് വന്നിട്ടുണ്ട്. ആ പൊടിക്കൈ അവിടെ നടക്കൂല. പിന്നെ നോക്കേണ്ടത് വാട്ട് എ ബ്യൂട്ടിഫുൾ ചൈൽഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്. ആ വാട്ട് അവിടെ വന്നത് എന്തൊരു എന്ന് പറയുന്ന അത്ഭുതം കിട്ടാനാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ചൈൽഡ് എന്ന് പറയുന്ന വാക്ക്, ഇത് ഭംഗിയുള്ള കുട്ടിയാകുന്നു എന്ന് പറയുന്ന വാക്കാണ് വാട്ട് ചേർത്ത് വന്നത്. അതാണ് അവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എന്നായിട്ട് മാറണം. അപ്പോൾ വാസ് വരുന്നത് ഏതൊക്കെയാണ്, ഈസാണ് ഒന്നാമത്തേൽ, രണ്ടാമത്തിൽ ഈസാണ്, തള്ളിക്കളയാം. പിന്നെ വാസ് വരുന്നത് അവസാനത്തെ 2 എണ്ണത്തിലാണ്. അതും ആദ്യത്തെ ചൈൽഡ് വാസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാ വാക്കും നമുക്കറിയാം. അതുകൊണ്ട് മൂന്നാമത്തതും അല്ല. നാലാമത്തെ നോക്കുക, ഷീ എക്സ്ക്ലെയിംഡ്, അവിടെ അത്ഭുതപ്പെട്ടു, ദാറ്റ് ഇറ്റ് വാസ്, അവിടെ ഇറ്റ് ഈസ് എന്നുള്ള ഇറ്റ് വാസ് ആയി, ബ്യൂട്ടിഫുൾ ചൈൽഡ് അതുപോലെ തന്നെ. അപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാതെ മാത്രമേ ഉള്ളൂ. എക്സ്ക്ലാമേറ്ററിയുടെയും സ്റ്റേറ്റ്മെൻറ്റ് കണക്റ്റിംഗ് വേർഡ് ദാറ്റാണ്. പിന്നെ വാട്ടിന് പകരം സെൻറ്റൻസ് എങ്ങനെയായിരിക്കും നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തുക, അത് മാത്രം ചിന്തിച്ചാൽ മതി. അടുത്ത 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് കുറച്ചൊരു സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യനാണ്. സ്കൂൾ അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2016 PSC ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. ഹി സെഡ് അലാസ് ഇറ്റ് ഈസ് ഹെവി ലോസ്, ഇതെന്തൊരു നഷ്ടമാണ്, ലോസാണ് എന്ന് അവൻ പറയാണ്. അതാണ് നമുക്ക് മാറ്റേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഹി ടോൾഡ് ഇറ്റ് ഈസ് എ ഹെവി ലോസ് എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് വന്നു, അതൊരു തെറ്റ്. മാത്രമല്ല ഹി ടോൾഡ് ദാറ്റ് എന്ന് പറയുന്ന ഒരു വാക്കവിടെ വരണ്ടേ. നമുക്കറിയാം എക്സ്ക്ലാമേറ്ററിയുടെയും സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കണക്റ്റിംഗ് വേർഡ് ദാറ്റാണ്, അതവിടെ വന്നിട്ടില്ല. രണ്ടാമത്തെ നോക്കുക നിങ്ങൾ, ഹി എക്സ്ക്ലെയിം, അവിടെയും ദാറ്റ് വന്നിട്ടില്ല. പിന്നെ ഇറ്റ് വാസ് നോക്കുക, പിന്നെ എക്സ്ക്ലെയിംഡ് എന്നാണ് വരേണ്ടതും. മൂന്നാമത്തെ ഹി എക്സ്ക്ലെയിംഡ് ആൻഡ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഹെവി ലോസ്. നാലാമത്തെ നോക്കുക, ഹി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് ഹെവി ലോസ്. ഈ സിയും ഡിയും ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് വരിക. ശരിക്കും ഈ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട്. ഇപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് എന്തൊരു എന്നൊക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടിയുണ്ടാവില്ലേ, ആ ഒരു കാട്ടിക്കൂട്ടിയത് എന്ത് ചെയ്യണം, പരദൂഷണം പറയുമ്പോൾ അതുപോലെ പറയണം. അവന് വളരെ ദുഃഖിച്ചിട്ടാണ് അത് പറഞ്ഞ്, അവൻ വളരെ സന്തോഷം കൊണ്ടാണ് പറഞ്ഞ് എന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസുകൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കി മാറ്റുമ്പോൾ വരേണ്ടത്. നമ്മൾ പറഞ്ഞു നേരത്തെ ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ്. കാരണം അത്രയും വലിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണ അങ്ങനെ വരാറില്ല, ഈ തരത്തിലൊന്നും നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോറോ, അവനാ ഒരു എക്സ്പ്രഷനാണ് പറയുന്നത്, ആ ഒരു സോറോട് കൂടിയിട്ടാണ് അവനാ പറയുന്നത് എന്ത്, ഇറ്റ് വാസ് എ ഹെവി ലോസ്. അപ്പോൾ അങ്ങനെ വരണം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. 9ാമത്തെ ചോദ്യം, ടോം സെഡ് ഐ ആം ലീവിങ് ഫോർ മദ്രാസ് ടുമോറോ. LDS തിരുവനന്തപുരം മലപ്പുറം 2017 ചോദിച്ച ചോദ്യമാണ്.
അപ്പോൾ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ ആം ലിവിങ് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവിടെ പിന്നെ എന്താ വരേണ്ടത്? അതിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഐ ആം ലിവിങ് എന്നുള്ളത് വാസ് ലിവിങ് അല്ലെങ്കിൽ വേർ ലിവിങ് എന്ന് പറയുന്ന അതിൻ്റെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറണം. ING ഫോം വന്ന കണ്ടിന്യൂസ് ആണ് നമുക്കറിയാമല്ലോ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. അവിടെ ടു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ടു എന്ന് ഏതിനാണ് കൊടുക്കുക? ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളാണെങ്കിൽ വെർബ് കൊണ്ട് തുടങ്ങുന്ന, ഇവിടെ ഐ ആം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കൊണ്ടല്ല തുടങ്ങുന്നത്. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ കണക്റ്റിംഗ് വേർഡ് ടു അല്ല എന്ന് ഓർത്ത് വെക്കുക. ഇനി നോക്കേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ. അവിടെ ടുമോറോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ ടുമോറോ വന്നു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദ നെക്സ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരേണ്ടത്. ടുമോറോ എന്ന് പറഞ്ഞ് വരില്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ കട്ട് ചെയ്യാണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ പ്രീവിയസ് ഡേ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്, നേരെ ഉൾട്ട. അപ്പോൾ അതും പറ്റില്ല. ടുമോറോക്ക് എന്താണ് വരേണ്ടത്? ദ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നതാണ് വരേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക ഡി ഓപ്ഷൻ. അവിടെ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ദാറ്റ് വന്നിട്ടുണ്ട്, വാസ് ലിവിങ് വന്നിട്ടുണ്ട്, ദ നെക്സ്റ്റ് ഡേ എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ഓപ്ഷനാണ്. 10ാമത്തെ ചോദ്യം, ഹാവ് യു റീഡ് ഒതെല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് മീ എന്ന് പറയുന്നതിന് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. അവിടെ നോക്കാം, ഹാവ് വന്നു കഴിഞ്ഞാൽ ഹാഡ് വരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തേൽ ഹാഡൊന്നും കാണുന്നില്ല, രണ്ടാമത്തേലും ഹാഡൊന്നും കാണുന്നില്ല, മൂന്നിലും കാണുന്നില്ല, 4 മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്കവിടെ ആൻസർ കിട്ടി, ഡി ആണ് എന്നുള്ളത്. ഇത് LDC തൃശ്ശൂർ, കൊല്ലം, കാസർഗോഡ് 2017 ചോദിച്ച ചോദ്യമാണ്. ഹാവ് റീഡ് എന്നത് എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് V3യിലേക്ക് മാറും. അപ്പോൾ അവിടെ അതുപോലെ വന്നിട്ടുണ്ട്, ഹാഡ് റീഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. നമ്മളവിടെ ആകെ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, ഹാവിന് ഹാഡാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. 11ാമത്തെ ചോദ്യം, പ്രിയ സെഡ് ടു ഹിം വൈ ആർ യു വർക്കിംഗ് സോ ഹാർഡ്? നമ്മൾ അതിനെന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കി മാറ്റണം. ആർ വർക്കിംഗ് ING ഫോം കണ്ടിന്യൂസ് ആണ്. ആർ വർക്കിംഗ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ടാക്കുന്ന സമയത്ത് ആർ വർക്കിംഗ് വാസ് വർക്കിംഗ് എന്ന് പറയുന്ന പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. ഏതാവട്ടെ നമ്മളവിടെ നോക്കേണ്ട, ഇവിടെ ഒരു പുതിയ നിയമം കൂടി വരുന്നുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, വൈ ആർ യു ഒരു ക്വസ്റ്റ്യൻ ആണ് അത് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ സെൻറ്റൻസിന് നമുക്ക് എന്താണ് പറയുക? ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുക. ഇവിടെ പുതിയതായി വരുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ആ ഓപ്ഷനിലും നോക്കൂ നിങ്ങൾ. ഈ ഓപ്ഷൻ പ്രിയ ആസ്ക്ഡ് ഹിം വൈ. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, പ്രിയ ആസ്ക്ഡ് ഹിം വൈ. മൂന്നിലും അതുപോലെ വൈ എന്ന് പറയുന്നില്ലേ? അഥവാ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ആകുന്ന വേർഡ്സിന് ശേഷം, ഇവിടെ വൈ ആണ്, ചിലപ്പോൾ വേറാകാം, വെന്നാകാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വേർഡ്സിന് ശേഷം ഒരിക്കലും വാസ്, അങ്ങനത്തെ ആറ്, ആം തുടങ്ങിയ ഓക്സിലറി വരാൻ പാടില്ല. മറിച്ച് സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് നമുക്കറിയാലോ, ഹി, ഷീ, ഇറ്റ്, പിന്നെ ഒരു പേരുകൾ, അതല്ലെങ്കിൽ ഐ, യു, ദേ എന്നൊക്കെ പറയുന്ന, വി എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റുകളാണ് അവിടെ വരേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു നിയമമാണ് കേട്ടോ. അപ്പോൾ ആ നിലക്ക് നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഓപ്ഷൻ വൈ വാസ് എന്നാണ് തെറ്റ്. ആ നിലക്ക് എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ തെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനിലുള്ള തെറ്റ് എന്താ ചോദിച്ചാൽ, ഹാസ് ബീൻ എന്ന് പറയുന്നൊന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഹാസ് ബീൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. നമുക്ക് വാസ് വർക്കിംഗ് അങ്ങനത്തെ രീതിയിലുള്ളതാണ് വരേണ്ടത്. അപ്പോൾ ഹാസ് ബീൻ എന്ന് പറയുന്ന ഒരു ആവശ്യമില്ലാത്ത കയറി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സിയും ഡിയും അവിടെ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൻസർ ഏതാണ്? പ്രിയ ആസ്ക്ഡ് ഹിം വൈ ഹി വാസ് വർക്കിംഗ് സോ ഹാർഡ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ആൻസർ. 12ാമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ദ പോലീസ് ആസ്ക്ഡ് ഡാഷ്. അതൊരു റിപ്പോർട്ടഡ് ആക്കുന്ന സമയത്തുള്ള കോലാണ് പറയുന്നത്. ദ പോലീസ് ആസ്ക്ഡ് വേർ ഈസ്. ശരിയാണോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ വാക്കിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വാക്കിന് ശേഷം ഓക്സിലറി വരാൻ പാടില്ല. ഈസ് ഓക്സിലറി അല്ലേ? തെറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, സി. അവിടെയും വേർ ഈസ് തെറ്റ്. വേർ വാസ് ഡി, അതും തെറ്റ്. രണ്ടാമത്തെ ഓപ്ഷനിൽ മാത്രമാണ് വേർ ഹിസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബി ഓപ്ഷനാണ്, ഓർത്തു വെക്കുക. 13ാമത്തെ ചോദ്യം, മനു
വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? അപ്പോൾ റീന പറയാണ് ഐ ആം സ്റ്റഡിയിങ് ഫോർ ദി എക്സാം. ഇനി അവിടെ നമുക്ക് ചേർക്കാനുള്ള എന്താ ചോദിച്ചാൽ അവിടെ റിപ്പോർട്ടഡ് ആക്കുകയാണ് മനു ആസ്ക്ഡ് റീന വാട്ട് ഷീ ഡാഷ്. അവിടെ പറ്റുന്ന താഴെ തന്നിട്ടുള്ള ഏതാണ് സ്യൂട്ടാകുന്നത് വെച്ചാൽ അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുക വാട്ട് ആർ യു ഡൂയിങ് ഹിയർ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ടഡിലേക്ക് ആക്കാൻ, അത് മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ മനു ആസ്ക്ഡ് റീന വാട്ട് ഷീ ഡാഷ്. ഫസ്റ്റത്തെ വരുമെന്ന് നോക്കുന്നു നിങ്ങൾ, ഈസ് ഡൂയിങ് ഹിയർ. ആർ ഡൂയിങ് എന്ന് പറയുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, ING ഫോമാണ് കണ്ടിന്യൂസ് എന്ന് നിങ്ങൾക്കറിയാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറണം. ഈസ് പാസ്റ്റ് ആണോ? അല്ല. വാസ് ആണോ? ആണ്. വേറാണോ? ആണ്. ഡിഡ് പിന്നെ പറ്റില്ല, അപ്പോൾ അത് ഒഴിവാക്കി. ഇനി നമ്മൾ നോക്കുക വാസാണോ വേറാണോ വരേണ്ടത്. ഷീ എന്ന് പറയുന്നതും ഹി എന്ന് പറയുന്നതും ഇറ്റ് എന്ന് പറയുന്നതും ഒരു വ്യക്തിയുടെ പേരാണെങ്കിലും അത് സിംഗുലറാണ്. സിംഗുലറിൻ്റെ കൂടെ എന്തേ വരുള്ളൂ? വാസേ വരുള്ളൂ. അതുകൊണ്ട് ബി ഓപ്ഷനാണ് അവിടുത്തെ ആൻസർ. ഇത് സെയിൽസ്മാൻ വുമൺസ് 2017 PSC ചോദിച്ച ചോദ്യമാണ്. 14ാമത്തെ ചോദ്യം ഇതാണ്, ടീച്ചർ ആസ്ക്ഡ് മീ ഡാഷ്. പിന്നെ ഓപ്ഷനിൽ നോക്കുക, നിങ്ങളൊക്കെ വൈ കൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈ ഒരു ക്വസ്റ്റ്യൻ വേർഡ്സിന് ശേഷം അവിടെ എന്ത് വരാൻ പാടില്ല? ഓക്സിലറി വരാൻ പാടില്ല, സബ്ജക്റ്റേ വരാൻ പാടുള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ വാസാണ്, അത് അപ്പത്തോടു കൂടി തട്ടിക്കളയാം, കാരണം ഓക്സിലറി ആണല്ലോ. പിന്നെ അയാം, ഐ, അതുപോലെ ആം, ഇതൊക്കെയാണ്, അതൊക്കെ സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക ഒന്നുകൂടി ആ ഒരു ടെൻസിലേക്ക്, ടീച്ചർ ആസ്ക്ഡ്. ടീച്ചർ ആസ്ക്ഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ആണ്, അത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അയാം എന്ന് പറഞ്ഞാൽ ഈസിൻ്റെ ഒക്കെ അതേ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ആം എന്ന് പറയുന്നത്, അതായത് ആകുന്നു, പാസ്റ്റ് അല്ല പ്രസൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആം എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ 4ാമത്തെ നോക്കുക ആമൈ, അതും പ്രസൻറ്റിൽ പറയുന്നതാണ് ആം എന്ന് പറയുന്നത്, അതുകൊണ്ട് അതും തെറ്റാണ്. നമ്മൾ ആസ്ക്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, അതിനനുസരിച്ച് വരണം. അപ്പോൾ വൈ ഐ വാസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ആൻസർ. ഇത് 2017 ടെലി ഓപ്പറേറ്റർക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്തേ പറയുന്നുള്ളൂ? ടീച്ചർ ആസ്ക്ഡ് മീ. അവിടെ ആസ്ക്ഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്, അപ്പോൾ പാസ്റ്റിലുള്ളതിന് ശേഷം വരണം. വൈ കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ശേഷം ഓക്സിലറി വരാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ കട്ട് ചെയ്തു. പിന്നെ അയാം, ഐ വാസ് എന്നുള്ളതാണുള്ളത്. ഇതിലാകെ ഒരു പാസ്റ്റേ വരുന്നുള്ളൂ, ഐ വാസ്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തു. 15ാമത്തെ ചോദ്യം ലാബ് അസിസ്റ്റൻ്റ് 2016 ചോദിച്ച ചോദ്യമാണ്, ദേവനാരായണൻ ആസ്ക്ഡ് ദ ബോയ് വാട്ട് വാസ് ഹി ഡൂയിങ്. 1 അതിൽ നിങ്ങൾക്ക് അപ്പം തന്നെ തെറ്റ് മനസ്സിലായി, കാരണം വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം ഒരിക്കലും ഓക്സിലറി വരാൻ പാടില്ല, തെറ്റാണ്. അതുപോലെ തന്നെ 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദേവനാരായണൻ ആസ്ക്ഡ് ദ ബോയ് എന്താണ്? ബി, വാട്ട് ഹി വാസ് ഡൂയിങ്. നോക്കാം, നമുക്ക് ആ ഒരു നിയമപ്രകാരം അവിടെ തെറ്റില്ല. 3ാമത്തെ ഓപ്ഷൻ എന്താണ്? വാട്ട് ഹി ഡിഡ്. ദേവനാരായണൻ ആസ്ക്ഡ് ദ ബോയ് വാട്ട് ഹി ഡിഡ്. 4ാമത്തെ ഓപ്ഷനോ? ദേവനാരായണൻ ആസ്ക്ഡ് ദ ബോയ് പിന്നെ എന്താണ് 4 പറയുന്നത്? വാട്ട് ഹി വുഡ് ഡൺ. വുഡ് ആവശ്യമില്ലാതെ കയറി വന്നതാണ്, വില്ല് വരുമ്പോഴേ വുഡിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷൻ അവിടെ ഒഴിവാക്കാം. അപ്പോൾ എയും ഡിയും നമുക്ക് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പരിഗണിക്കേണ്ടത് ബിയും സിയും മാത്രമാണ്. അതിൽ സി നോക്കൂ നിങ്ങൾ, ദേവനാരായണൻ ആസ്ക്ഡ് ദ ബോയ് എന്ന് കഴിഞ്ഞാൽ വാട്ട് ഹി ഡിഡ് ഒരു പൂർണ്ണമാകാത്തൊരു അപൂർണമായിട്ടുള്ളതായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേറെ പൂർണ്ണമായിട്ടുള്ള സെൻറ്റൻസ് കിട്ടുന്ന ഏതാണ്? ദേവനാരായണൻ ആസ്ക്ഡ് ദ ബോയ് വേർ ഹി വാസ് ഡൂയിങ് എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്. 16ാമത്തെ ചോദ്യം രവി പറയാണ് വേർ ഈസ് മൈ ബുക്ക്. അപ്പോൾ അതിൽ ഓപ്ഷൻസിലുണ്ട് രവി ആസ്ക്ഡ് വേർ ഈസ് മൈ ബുക്ക്. അപ്പോൾ ക്വസ്റ്റ്യനിൽ റിപ്പോർട്ട് ചെയ്യാൻ തരുന്ന ഒരു വേർഡ്സിൽ എന്താണ്? വേർ ഈസ് മൈ ബുക്ക് എന്ന് പറയുന്ന പ്രസൻ്റ് ആണ്. ഈസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അത് നമ്മൾ റിപ്പോർട്ടാക്കുന്ന സമയത്ത് എന്തായി മാറും? പാസ്റ്റിലോട്ടായി മാറും. ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയുമ്പോൾ അയാൾ പറഞ്ഞു കഴിഞ്ഞില്ലേ, അപ്പോൾ അവിടെ അതിൻ്റെ പാസ്റ്റിലോട്ടായി മാറുന്നുണ്ട്. അപ്പോൾ ഈസ് എന്ത് ചെയ്യും? വാസോ വേറൊക്കെ ആയിട്ട് മാറണം. 1ാമത്തെ ഓപ്ഷനിൽ നോക്കുക നിങ്ങൾ, രവി ആസ്ക്ഡ് വേർ ഈസ്, തെറ്റ്. 2ാമത്തെ ഓപ്ഷൻ നോക്കുക, രവി ആസ്ക്ഡ് വേർ വാസ്. വേർ വാസ് എന്ന് വരുമോ? ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം ഓക്സിലറി വരില്ല.
അതുകൊണ്ട് ബി ഓപ്ഷനും അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക, രവി ആസ്ക്ഡ് വേർ ഹിസ് ബുക്ക് ഈസ് വരില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി ഓപ്ഷൻ നോക്കുക, രവി ആസ്ക്ഡ് വേർ ഹിസ് ബുക്ക് വാസ്. അപ്പോൾ അവിടെ കറക്റ്റായി വരുന്ന ഏതേ ഉള്ളൂ, ഡി ഉള്ളൂ. ഓപ്ഷനുകളൊക്കെ തട്ടിക്കഴിയുന്ന സമയത്ത് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലെങ്ത്ത് കൂടുന്നുള്ള ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയുണ്ട് നമുക്ക് സംവദിക്കാൻ. അത് അടുത്ത പാർട്ടിലേക്ക് നമുക്ക് നീക്കി വെക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ചോദിച്ചതിൽ വല്ല മനസ്സിലാകാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ രേഖപ്പെടുത്തുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകരിച്ചു എന്ന് മനസ്സിലാക്കുകയാണ്. താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്